എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാന്നുള്ള കാര്യം പറയുന്നത് കേട്ട് വരുന്ന ആൾക്കാരുണ്ട് കുറേ പേര്. പക്ഷേ ഈ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങി കഴിയുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ട്രേഡിംഗ് എന്ന് പറയുന്നത് അത്ര ഈസി ജോബല്ല. അത്ര പെട്ടെന്ന് പൈസ ഉണ്ടാക്കി പോകാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ മെന്റലി നിങ്ങളെ കംപ്ലീറ്റ്ലി തകർക്കും, നിങ്ങളത് ഫിസിക്കലി എഫക്ട് ചെയ്യും, അതുപോലെ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് ഡ്രെയിൻ ചെയ്യും, അതുപോലെ നിങ്ങളെ സ്ട്രെസ്സിലാക്കും, നിങ്ങളുടെ ഉറക്കം കെടുത്തും. അങ്ങനെ എന്ന് വേണ്ട റിലേഷൻഷിപ്സിൽ പ്രോബ്ലംസ് വരാം ഈ ട്രേഡിംഗ് കൊണ്ട്. കാരണം ഇമോഷണലി നമ്മൾ വീക്കാകുന്ന ടൈമിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അതുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ വരുന്ന ടൈമിൽ നമ്മുടെ ചുറ്റുള്ള ആൾക്കാരിലേക്ക് അത് റിഫ്ലക്റ്റ് ആവും. അങ്ങനെ പല സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ കടന്നു പോകേണ്ടി വരും. പല സ്ട്രഗിൾസും നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് കരിയർ ചൂസ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഈ സ്ട്രഗിളൊക്കെ കടന്ന് വന്ന് ഇതിനൊക്കെ ഓവർകം ചെയ്ത് വരുന്ന ഒരാൾ ഒരു പ്രോപ്പർ ട്രേഡർ ആവുന്നത്. ടൈമിൽ നിങ്ങൾ ഇമോഷൻലെസ് ആവും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫിയർ അല്ലെങ്കിൽ ആ ഗ്രീഡ്, നിങ്ങളുടെ ആ ഒരു പലതരത്തിലുള്ള ആ ഒരു റിവെഞ്ച് മെന്റാലിറ്റി കാര്യങ്ങളൊക്കെ പോവും. അങ്ങനെയൊക്കെ പോയി റിഫൈൻഡ് ആയിട്ട് വരണം. അതായത് നിങ്ങൾ ഈ സ്ട്രഗിൾ ഫേസിലൂടെ കടന്നുപോയി അതിൽ സ്ട്രോങ് ആയിട്ട് നിന്ന് അതിനെ ഓവർകം ചെയ്ത് വരുന്ന ആരാണോ അവരാണ് ട്രേഡിംഗിൽ സക്സസ് ആവുന്നത്. നമ്മൾ പല സ്റ്റാറ്റിസ്റ്റിക്സും കണ്ട് 99% അല്ലെങ്കിൽ 97% ആൾക്കാർ ട്രേഡിംഗിൽ ലോസ് ആവുകയാണ്, അവർ ക്വിറ്റ് ചെയ്ത് പോകാണല്ലോ. അങ്ങനെ ക്വിറ്റ് ചെയ്യാതെ ഈ സ്ട്രഗ്ലിംഗ് ഫേസ് ഒക്കെ കടന്ന് വരുന്ന ആൾക്കാരാണ് ട്രേഡിംഗിൽ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ട്രേഡിംഗ് ഒരു സ്കാം അല്ല. പിന്നെ അതുപോലെ ട്രേഡിംഗ് നിങ്ങൾക്ക് എപ്പോഴും ലോസ് മാത്രമല്ല വരുന്നത്. മേ ബി ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്. എനിക്ക് ഒരു ബ്രേക്ക് ചെയ്യണം എനിക്ക് 3-4 ഇയേഴ്സ് എടുത്തു. എനിക്ക് ഒരു പ്രോഫിറ്റബിൾ ആവാൻ എനിക്ക് 5 ഇയേഴ്സിന് മേലെ എടുത്തു. അങ്ങനെ അത്രയും ഇയേഴ്സിന്റെ സ്ട്രഗിൾ കാര്യങ്ങൾ എനിക്ക് വന്നു. ആ ടൈമിലൊക്കെ എനിക്ക് വന്ന ലോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് കംപ്ലീറ്റ്ലി എന്നെ ഷാറ്റർ ചെയ്യുന്ന രീതിയിലുള്ള ലോസ് ആയിരുന്നു. ഈവൻ പല രീതിയിലുള്ള സ്ട്രഗിൾ അത് കൊണ്ടുണ്ടായിട്ടുണ്ട്. അക്കൗണ്ട് 0 അല്ല നെഗറ്റീവ് വരെ പോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്ത് ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഒക്കെ കടന്നിട്ടാണ് വീണ്ടും ഞാൻ ട്രേഡിംഗിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു, സ്കില്ല് ഡെവലപ്പ് ചെയ്തു. അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മാർക്കറ്റിൽ ഇരുന്ന് അതിന്റെ കാര്യങ്ങൾ പഠിച്ച് എക്സ്പീരിയൻസ്ഡ് ആയി. അങ്ങനെ വന്നതിന് ശേഷമാണ് ഇമോഷൻലെസ് എന്നുള്ള രീതിയിലേക്കും പിന്നെ അതുപോലെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് എടുക്കുന്ന രീതിയിലേക്കും ഞാൻ മാറി വന്നത്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഞാൻ കംപ്ലീറ്റ്ലി ഒരു പ്രോപ്പർ ട്രേഡർ, 100% കംപ്ലീറ്റ്ലി സക്സസ് മാത്രമുള്ള ട്രേഡർ അല്ല. ലോസ് കാര്യങ്ങൾ എനിക്ക് വരുന്നുണ്ട്. പക്ഷേ ഐ നോ ഹൗ ടു മാനേജ് ഇറ്റ് നൗ. പഴയതുപോലെയല്ല, എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ അതിനെ ഓവർകം ചെയ്ത് വീണ്ടും എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്താം എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം അതൊക്കെ ഞാൻ ഗെയിൻ ചെയ്തത് ഇത്രയും വർഷത്തെ സ്ട്രഗിൾ കൊണ്ടും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അതുകൊണ്ട് നെവർ ഗീവ് അപ്പ്. നിങ്ങൾ ട്രേഡിംഗിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സക്സസ് ആവുന്നത് വരെ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക. നിങ്ങൾ നോർമലി നമ്മൾ ഡിഗ്രി ഒക്കെ എടുക്കുന്ന ടൈമിൽ 4-5 ഇയേഴ്സ് അതിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിനും ഇയേഴ്സ് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകും. അതൊക്കെ സ്ട്രഗിളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ നോക്കുക. അറ്റ് ദ എൻഡ് there will be goodness for you. There will be a huge potential and there will be a huge profits for you. So നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയറാണ്. അതുകൊണ്ട് കീപ് ഹസ്ലിംഗ്.